നിങ്ങളിൽ ഒരാളാണ് ഞാൻ. ഒരു സിനിമാ താരമായിട്ട് ഞാൻ ഇതുവരെ ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ എന്നെ കണ്ടിട്ടില്ല ഒരു സ്ഥലത്തും. പിന്നെ എല്ലാവരും പറയും എൻ്റെ മുഖം ഭയങ്കര സീരിയസ് ആണ്. എൻ്റെ കുഴപ്പമല്ല അത്. അതൊരു എന്താ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് ഒറ്റ വഴക്കി പറയാം. അപ്പോൾ നമ്മളുടെ കുഴപ്പമില്ല, എൻ്റെ മുഖത്തൊരു സീരിയസ്നെസ് കൂടുതലാണ്. ആകെ ഒരു ഇച്ചിരി മുഖമുള്ളൂ, അതിൻ്റെ അകത്ത് താടിയും മീശയും വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ കുറച്ചുള്ളൂ. പക്ഷേ ഈ മുഖം താടിയും വെച്ച് ഞാൻ കോളേജ് പിച്ചക്കാരൻ തുടങ്ങി കോളേജ് കുമാരൻ വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ കലാവാസന ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് അവരെ വളർത്തിയെടുത്ത്, ഇപ്പം മാഡം പറഞ്ഞ പോലെ സ്പോർട്സിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും കലയിലാണെങ്കിലും എല്ലാത്തിലും അവരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അവരെ പങ്കെടുപ്പിക്കണം. അതിനുവേണ്ടി ഞാൻ കൊട്ടാരക്കര ചെന്നപ്പോൾ, ഇയാളെന്താ എപ്പോഴും കൊട്ടാരക്കര പറയണമെന്ന് തോന്നും, കൊട്ടാരക്കര ചെന്നപ്പോൾ അവർ തുടക്കം ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, ഒരു 10-12 പിള്ളേർ. ഇപ്പം ഇന്നിവിടെ കളിച്ച ഡാൻസ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നാമത് അവർ പ്രാക്ടീസും കാര്യങ്ങളും. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ണട വെച്ച ഒരു പയ്യൻ ഇടയ്ക്ക് കോപ്പി അടിക്കണ ഞാൻ കണ്ടു ഡാൻസ്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിട്ടാണ് അവൻ ചെയ്യുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ചെയ്തവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം വന്നിട്ടാണ് ഈ നോക്കണം. അപ്പോൾ ആ സംശയം ഒരിക്കലും മക്കൾക്ക് ഉണ്ടാവരുത്. കുട്ടികളുടെ ഉള്ളിൽ ഒരു സംശയങ്ങളും ഉണ്ടാവരുത്. അതുപോലെ പഠിക്കണം. ഡാൻസ് ആണെങ്കിലും പാഠങ്ങളാണെങ്കിലും എല്ലാം, സ്പോർട്സ് ആണെങ്കിലും എല്ലാം ഒരു മനോധൈര്യം ഉണ്ടാവണം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ വേറൊരാളെ നോക്കി കളിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ എല്ലാവിധത്തിലും എല്ലാ കാര്യങ്ങൾക്കും അവർ വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ഇവിടെ നിന്ന് ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഈ സ്കൂളിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നന്മയുടെ ലോകത്ത്, സ്നേഹത്തിൻ്റെ ലോകത്ത്, അക്ഷരങ്ങളുടെ ലോകത്ത് ഈ സ്കൂള് ഒരു കൈത്തോക്കാണെങ്കിൽ അതൊരു പാറ്റൻ ടാങ്കായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. Sir, please be on the stage. I also avail this opportunity to request to carry out the distribution of award to the winner of the Guinness record. Now I call upon Mrs. Deepa Shankar to call out the winners. Good evening, ladies and gentlemen. May I take the privilege of announcing the Guinness World Record of largest Congo lion skates for 48 hours 2019 was won by Adulpi Biju of 7B. I also call upon Miss Anna Rose Paul of 7A, who got the Under-14 Girls Individual Championship at CISCA State Athletic Championship. Continuous effort is the key to unlock the potential. We would like to appreciate the hard work of our coach who trained them to achieve their best, our one and only Mr. Shyam Shivan. May I call upon Mr. Shyam Shivan, the physical education instructor of our school, to receive the appreciation award. Thank you. Thank you, Sri Harshi Ashogan, for your kind words. We will ever cherish the affectionate words you spoke, encouraging us, and will toil hard to realize your vision about us. Also, I extend an award for congrats to the winner of award. Now we have our students coming before you. A blend of divine music with cosmic truth. Silence and smile are two powerful tools. When you argue, do not let your hearts get distant. Do not say words that distance each other more. Else, there will come a day when the distance is so great you will not find the path to return. We need to grow in love. Light the candle of love in your homes and dispel the darkness of divisions and misunderstandings that divides the families. We need to implant the message of love in the hearts of our children. Give me a song to sing.
ring. Give me a song to sing. Give me a song to sing. Give me a bell to ring. Give me guitar to play. Give me guitar to play. Give me a God to pray. Give me a bell to ring. Give me a song to sing. Give me a pen to write. Give me a sword to fight. Give me guitar to play. Give me a God to pray. Give me a heart to stay. Give me a song to sing. Give me a bell to ring. Give me a bell to ring. Give me a song to sing. Broken and bent in the rain, you left me in all my pain. In all the wide and open skies, I wanna ask you why? Give me a toy to play. Give me a poem to say. Give me a book to read. Give me love I need. Give me wings to fly. Give me wings to fly. Give me a chance to try. Give me a song to sing. Give me a song to sing. Give me a bell to ring. Give me a bell to ring. Dee-dee-dee-dong da ding. Dee-dee-dee-dong da ding. Ting-a-ling-a-ling. Ting-a-ling-a-ling. If you can't give me all, okay, make it small. Give me your love, nothing more. I'm coming. Open the door. Whether you're wrong or right, Daddy, Mommy, please don't fight. Give me a chance to grow. Say yes, come on, don't say no. Gratitude is a wholesome pleasure of mine. I request respected Sister Minisha Verghese to hand over the mementos to our Honorable Chief Guest, Dr. J. Leda, Pro Vice Chancellor, Jain University, and our celebrated guest, Sri Harisri Ashogan. I request the dignitaries to please be on the stage. Now I kindly invite Reverend Sister Lilies Verghese onto the stage. Loving sister, you are an embodiment of spirituality and leadership. We request you to address the audience. It's the pleasure of the children to listen to their mother. Sister, please. A warm welcome to one and all. Distinguished Chief Guest, Dr. J. Leda, Pro Vice Chancellor, Jain University, Cochin, Sri Harisri Ashogan, Indian Film Actor Director, Reverend Father Homies Mainati, Porono Vigar St. Teresa's Church, Vallam, Reverend Sister Minisha Verghese, the Principal, Reverend Sister Cecilia, the Manager, Mr. Shaju, PTA President, Reverend Fathers, Sisters, Teachers, Parents, and my dear beloved students. I am indeed very pleased to be here today
and consider it as an absolute honor to be speaking to you on this special day. It's a happy day, full of excitement as we celebrate our annual day. All this has been made possible only by the marvelous work of God. The hard work of students and the teachers, their commitment and zeal, and above all, their passion to be counted as one of the best schools in this locality. I can therefore say with confidence to all the students of this great school that your future is in the safe hands and the right hands to make you not only successful in your respective fields, but also as wonderful human beings and as an asset to our society. The world around puts us into confusion and in utter speechless mood. The present natural calamities and the unbelievable happenings of this scenario really urges us to be more alert and awake and think well before taking every single step. Dear parents, education brings knowledge, but knowledge alone does not make better sons and daughters. Real education begins in the midst of parents and proceeds with the teachers. What was good yesterday may not be found acceptable today. So every moment set before us is truly challenging and demanding, much more than what we really could imagine. In this process, life, the role of a parenting are in fact challenging. Dear parents, on this evening, I have nothing to speak to the students because they are in the mood of celebration, but I have something for you, my dear beloved parents. I humbly ask all the parents present here to look not quantity but quality in your children. Look not knowledge but wisdom. Look not success but perseverance. A great parent listens, they don't lecture. A great parent supports, never shames. A great parent guides and sets free. Being a parent is not a job, it's a privilege. Being a parent is not a burden, it's a blessing. Above all this, believe in your child's potentials and abilities. They are the supermost brain ever created. So to utilize it appropriately, they need a hand of support. And that support and guide is you. You need to understand, appreciate your child, and fill them with positive energy, contributing to your environment and society as a whole. After all, the best thing in life are always free. So start today for better tomorrow. Here in this esteemed institution, we have a good bunch of teachers who work day in and day out, hold high to fame and the name of this temple of learning. It is my wish that the teachers continue to empower the students to assume leadership roles, become critical thinkers and concerned citizens who will contribute to the world of the knowledge and work. The achievements already made by the school are testimony to the vision of its founders and are clear indicators of what they are heading for. I have been watching the performance and growth of this school from very close, and I know from my personal experience that while the school management and their very competent team have all been tirelessly working for the growth and betterment of the school, day in and day out. And they are confident that their endeavors will certainly succeed, but we also know the fact that the desired level of development, growth, and change can only come with everyone contributing towards the aim. Here, I appreciate the parents and the PTA members of this school. They are very much cooperative, go in line with the school authorities, and interested in the growth of the school.
Today, my personal request to you to cooperate with the management in all its endeavors, success, and the failures. I am sure that the combined fraternity of the management, the teaching faculty, the administrative staff, parents, PTA, and the students will all join hands in making the school a leader in education, from where those passing out end up becoming valuable assets and well-known and well-respected members, even leaders and role models of our society in the times to come. And that will make all of us truly extremely proud of the achievements of Anita Public School. Under the excellent leadership of the Principal, Reverend Sister Minisha Verghese, and with the wholehearted support of the team of committed and professional teachers and parents, a lot of initiatives have been introduced and successfully implemented in this school. My sincere thanks to the management, and I am grateful to the principal for inviting me here, making me part of this celebration, and to witness the wonderful performance that your talented and creative students are going to exhibit this evening. My hearty congratulations to all. Let God walk with you in all your ways. And before I get back, I thank God the Almighty for making this institution a wonderful one. Have a pleasant evening and wonderful day. Thank you. Thank you very much. Sister, please be on the stage. Now I take the pleasure of requesting Reverend Sister Lilies to give away the proficiency prize of our students. I call upon Mrs. Revati Adishkumar to read out the names. Good evening, ladies and gentlemen. Proficiency Award winners 2019-2020. Dev Prayak Shivan, KG 1A. Daniel Sabu from KG 1B. Iva Agustin from KG 1C. Caroline Cheryl from KG 2A. Esther Anthony, KG 2B. Habia Nishat, KG 2C. Adil Shijo, Standard 1A. Agnes Maria Wilson from Standard 1B. Muhammad Rahan from Standard 2A. Aisha Wafa Anwar from Standard 2B. Muhammad Adnan MM from Standard 3rd A. Ajna Aji from Standard 3rd B. Anam Nahar, Standard 4A. Hana Rose Rijo, Standard 4B. Donna Verghese, Standard 4C. Akhina Biju, 5A. Nivedya Sajil, Standard 5B. Muhammad Amin MM, Standard 5C. Meherin Fatima, AT, Standard 6A. Fatima Nusrat, Standard 6B. Shabrinat KN, Standard 7A. Adul P. Biju, Standard 7B. Diasna Jomi, Standard 8A. Bhagalakshmi Emma, Standard 8B. Merin Justin, Standard 9A. Shravan Nandar Pandala from Standard 9B. I request Reverend Sister Minisha Verghese to hand over the memento to our Sister Lilies Verghese, Provincial Superior of St. Thomas Province. Thank you, sister, for your words and the noble gesture of giving away the prize to the winners.
We will ever cherish the affectionate words you spoke, encouraging us, and will toil hard to realize your vision about us. Now, I am delighted to request the dignitary Reverend Father Dr. Homus Mainati to come onto the stage to speak a few words addressing the gathering. Father Dr. Homus is being accompanied onto the stage by Miss Akna Aji. Reverend Sister Lily's Provincial Superior, Sister Cecilia, Manager, Sister Minisha, Principal, Mr. Shaju Matthew, PTA President, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ശ്രീ ഹരിശ്രീ അശോകൻ തൻ്റെ ചെറുപ്പകാലം, കുട്ടിക്കാലം ഇവിടെ വിവരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുദിച്ച ഒരു ചിന്ത, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഓരോ കൊച്ചുകുട്ടികളും വലിയൊരു അത്ഭുതമാണ് എന്നതാണ്. ഹരിശ്രീ അശോകൻ വിവരിച്ച സ്കൂൾ സാന്നിധ്യം, സ്കൂൾ പരിസരങ്ങൾ, ഓടിയ എറണാകുളം മാർക്കറ്റ്, ആ കാലഘട്ടത്തിലൊന്നും ഹരിശ്രീ അശോകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയൊക്കെ ആയിത്തീരുമെന്ന് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോലും, അദ്ദേഹം പോലും ഓർത്ത് കാണില്ല. പക്ഷെ അദ്ദേഹം അവസാനം ഒരു അത്ഭുതമായിട്ട് മാറി, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു. നമുക്കറിയാം, ഈ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഈ LKGയിലെ കുട്ടികളൊക്കെ ഈ സമ്മാനം മേടിക്കാൻ ഇതിൽ കയറി വന്നപ്പോൾ നമ്മളൊന്നും ആ പ്രായത്തിൽ ഇതുപോലെയൊക്കെ ആയിത്തീരുമെന്ന് നമ്മുടെ മാതാപിതാക്കളൊന്നും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ നിരവധി പേരുടെ വളരെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ, ഞാൻ അതിനൊന്നിച്ച് പറയുന്ന ഒരു വാക്ക് വിദ്യാഭ്യാസം എന്നതാണ്. വളരെ പ്രബലരായ സ്നേഹനിധികളായ ഒരുപാട് മനുഷ്യരുടെ ക്രിയാത്മകമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലുണ്ടായപ്പോൾ സാവകാശം നമ്മളിൽ ദൈവം ഒളിച്ചു വെച്ച ആ അത്ഭുതം വിരിയുകയായിരുന്നു. അത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഞാനൊരു അത്ഭുതമാണല്ലോ എന്ന് ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. ഒരുപക്ഷെ സാധാരണ മനുഷ്യരെ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറം വളർന്ന ചില ആളുകളെക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാകാം. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആത്മപരിശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഞാനൊരു അത്ഭുതമാണല്ലോ. പക്ഷെ ഈ അത്ഭുതം വിരിയിച്ചതിന് നമ്മൾ 100 പേരോട് നന്ദിയുള്ളവരായിരിക്കണം. പ്രകൃതിയിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങളുണ്ട്. ഒരു കൊച്ചു പുഴുവിൽ നിന്നും പൂമ്പാറ്റ രൂപപ്പെടുന്നു എന്ന് ഇവിടെ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. പക്ഷെ ഒരു മനുഷ്യ ശിശു ഈ അത്ഭുതം വിരിയിക്കണമെങ്കിൽ അവന് തന്നെ അതിന് സാധ്യതയില്ല. നമ്മുടെയൊക്കെ ക്രിയാത്മകമായ ഇടപെടലിലാണ് അത് സംഭവിക്കുക. ആ അർത്ഥത്തിൽ ഈ അനിത പബ്ലിക് സ്കൂള് നമ്മുടെ ഈ പ്രദേശത്തുള്ള നിരവധി കുട്ടികളിൽ ദൈവം ഒളിച്ചു വച്ചിരിക്കുന്ന അത്ഭുതം വിരിയിക്കുന്ന വലിയൊരു മഹാസ്ഥാപനമാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓരോ ദിവസവും ഇവിടെ ക്ലേശകരമായ ഈ പ്രോസസ്സിലൂടെ, ഈ ക്രിയാത്മകമായുള്ള ഈ പ്രക്രിയയിലൂടെ ഇവിടുത്തെ അധ്യാപകർ ഈ കുഞ്ഞുങ്ങളിൽ നിന്നും പതുക്കെ സാവകാശത്തിൽ ഈ അത്ഭുതം വിരിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മികവ് അവകാശപ്പെടുന്നൊരു സാഹചര്യമാണ്. നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് വിദ്യാഭ്യാസം അതിൻ്റെ ഉയർന്ന നിലയിൽ നൽകാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. 100-ൽ 100 മാർക്ക് മേടിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ കാലത്ത് അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ആകെ 100 മാർക്ക് കിട്ടാവുന്ന ഒരൊറ്റ വിഷയം ഉണ്ടായുള്ളൂ, അത് കണക്കാണ്. പക്ഷേ ഇന്ന് എത്രയോ കുട്ടികൾ, ചുരുക്കം കുട്ടികളെന്നല്ല, ഒരുപാട് കുട്ടികൾ 100-ൽ 100 മേടിക്കുന്നു. പക്ഷേ നമ്മുടെ പാഠ്യവിഷയങ്ങൾക്ക് 100-ൽ 100 വാങ്ങിച്ചു എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നമ്മളാരും കരുതരുത്.
കാരണം കേവലമായിട്ടുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന രംഗമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മൂല്യബോധമുള്ള ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമെങ്കിൽ കുട്ടികൾക്ക് വിജ്ഞാനത്തിൽ കുറച്ച് മികവുണ്ടായതുകൊണ്ട് മാത്രം ആയില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ശരിയായിട്ടുള്ള വ്യക്തിത്വ വികസനത്തിനും കുട്ടികളിലെ സ്വഭാവ വികസനത്തിനുമൊക്കെ സഹായിക്കുന്ന വിദ്യാഭ്യാസം നൽകാനായിട്ട് നമുക്ക് കഴിയുമോ എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇതുപോലെയുള്ള കലാലയങ്ങളിൽ ഒക്കെ നമ്മൾ പ്രാധാന്യം നൽകുന്നതിൻ്റെ കാരണം വിജ്ഞാനത്തിനപ്പുറം കുട്ടികളുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ അധ്വാനം ഇവിടെ നടക്കുന്നു എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, കുട്ടികളെ വെറുതെ വിജ്ഞാനമുള്ളവർ മാത്രമാക്കി മാറ്റിയിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയ്ക്ക് നമുക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട്. പഠനത്തിനപ്പുറം മറ്റൊന്നിനും കൊള്ളരുതാത്ത ഒരു വിധത്തിലുള്ള കഴിവോ സാമർഥ്യവും ഇല്ലാത്ത കുട്ടികളെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ വാടിപ്പോകുന്ന, തളർന്നു പോകുന്ന പുത്തൻ തലമുറയെക്കുറിച്ച്, കൂടുതൽ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന പുത്തൻ തലമുറയെക്കുറിച്ചൊക്കെ ഒരുപാട് മനുഷ്യർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാലമാണ്. ഉയർന്ന വിദ്യാഭ്യാസം നടക്കുന്ന കലാലയങ്ങളിൽ ആത്മഹത്യയൊക്കെ ഒരു നിരന്തര സംഭവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവാർജിക്കാത്ത ഇളം തലമുറ തളർന്നു പോകുന്നു എന്നത് കാണാം. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച ഒരു സ്ത്രീ, മഹാരാഷ്ട്രക്കാരിയാണ്, 31 വയസ്സ്, പ്രഞ്ചാൽ പാട്ടീൽ. കൊച്ചിയിൽ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ചാർജ് എടുക്കാനായിട്ട് ഈ മഹാരാഷ്ട്രക്കാരി വന്നപ്പോഴാണ് ജനം അന്തിച്ചു നിന്നത്. 6-ാം വയസ്സിൽ അന്ധയായി തീർന്നിട്ട് ബ്ലൈൻഡ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പക്ഷെ അവളുടെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ബോംബെയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ ബിരുദവും അതിനുശേഷം ഡൽഹിയിലെ JNUയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും, സിവിൽ സർവീസിന് 124ാമത്തെ റാങ്ക്. ആദ്യം എഴുതിയപ്പോൾ കിട്ടിയത് 733ാമത്തെ റാങ്കാണ്. പക്ഷേ പാർട്ടിയിൽ സമ്മതിച്ചില്ല. അത്രയും വലിയൊരു റാങ്കിലൊന്നുമല്ല, എനിക്ക് ഇനിയും കഴിവുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം എഴുതി 124ാമത്തെ റാങ്കിലേക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ അസിസ്റ്റന്റ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഈ മഹാരാഷ്ട്രക്കാരി സ്ത്രീ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അന്ധയായിട്ടുള്ള ഈ 6 വയസ്സുകാരിൽ ദൈവം വലിയൊരു അത്ഭുതം ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന 100 അധ്യാപകരുടെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ നമുക്ക് ഇന്നങ്ങനെ ഒരു അസിസ്റ്റന്റ് കളക്ടറെ ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമുക്ക് വലിയ അഭിമാനമുണ്ടാകണം. അവരിൽ ദൈവം ഒളിച്ചു വെച്ചിട്ടുള്ള ഈ അത്ഭുതം വിരിയിക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി മാതാപിതാക്കൾക്കും അവരുമായിട്ട് ഇടപെടുന്ന അധ്യാപകർക്കും അവരെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടാകണം. അപ്പോഴാണ് വിദ്യാഭ്യാസ രംഗം വിജയിക്കുകയുള്ളൂ, സമഗ്രമായ വ്യക്തിത്വം വളർത്തിയെടുക്കാനായിട്ട്. അതുകൊണ്ട് പാഠ്യപദ്ധതിക്കപ്പുറം പാഠ്യേതര പദ്ധതി വിഷയങ്ങളിലും അവരെ പങ്കാളികളാക്കാനായിട്ട്, കുറച്ചും കൂടി സാമൂഹ്യ അവബോധമുള്ളവരായിട്ട് വളർത്താൻ. ഇന്നത്തെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം കുട്ടികൾ ഒട്ടും സാമൂഹ്യ അവബോധമുള്ളവരായിട്ട് വളരുന്നില്ല എന്നതാണ്. തങ്ങളുടേതായ ലോകത്തിൽ ഉറഞ്ഞു പോകുന്ന കുട്ടികളല്ല നമുക്ക് വേണ്ടത്. ഇന്ന് സ്കൂളുകളിലൊക്കെ വളരെ വിജയപ്രദമായിട്ട് പരീക്ഷിച്ചു വരുന്ന നല്ല പാഠം പരിപാടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുട്ടികളുടെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്യുക. അപ്പം അതുകൊണ്ട് പഠനത്തിൽ മാത്രം കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസമല്ല, കുറച്ചും കൂടി സാമൂഹ്യമായ ഇടപെടലിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിന് നമുക്ക് പ്രാധാന്യം കൽപ്പിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ
സ്വന്തം കാര്യം നോക്കി ഒതുങ്ങിക്കഴിയുന്ന കുട്ടിയാണ് ഏറ്റവും നല്ല കുട്ടിയെന്ന് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. നിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് പോലെ നിന്റെ ചുറ്റുമുള്ളവരുടെ കാര്യവും നീ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ രീതി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അനിത പബ്ലിക് സ്കൂളിൻ്റെ എല്ലാ വളർച്ചയിലും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഇന്നത്തെ ഈ വാർഷികാഘോഷത്തിൻ്റെ എല്ലാ ആശംസകളും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രത്യേകം നന്ദി. Father, please be on the stage. I avail this situation to request Father to give away the special prizes for Class 10 performers. I now call upon Mrs. Deba Shankar to announce the best of 10. Good evening, ladies and gentlemen. As I call upon the best performers of 10th standard, please put your hands together to welcome the best performer in academics. Best in academic award goes to Miss Gautami Anil. Please give a big round of applause to Miss Gautami Anil as she receives her best performance in academics. The best character award goes to Master Aditya S. Nair. And we have the best outgoing student of our 10th batch, and it's Miss Merlin Anthony. Ladies and gentlemen, please put your hands together to welcome Miss Merlin Anthony, the best outgoing student of our school. Congratulations, dear students, and thank you, Father. I request